അപ്രതീക്ഷിതമായി സംഭവിച്ച വേർപാടായിരുന്നു നടൻ കൊല്ലം സുധിയുടേത്. വാഹനാപകടത്തിൽ സുധി മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിന്റെയും അവരുടെ 2 മക്കളുടെയും മുഖമാണ് മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വന്നത്. സുധി സിനിമയിൽ അഭിനയിച്ചും സ്റ്റേജ് ഷോകളിലൂടെയും സമ്പാദിക്കുന്ന പണം മാത്രമായിരുന്നു കുടുംബത്തിന്റെ വരുമാന മാർഗം. വർഷങ്ങളായി വാടക വീട്ടിലായിരുന്നു കുടുംബത്തോടൊപ്പം സുധി താമസിച്ചിരുന്നത്. നടന്റെ മരണത്തോടെ രേണുവും മക്കളും അനാഥരായി. വരുമാനവും നിലച്ച സുധിയുടെ കുടുംബത്തെ സഹപ്രവർത്തകരും ഫ്ലവേഴ്സ് 24 ചാനലുകളും മറ്റ് സന്നദ്ധ സംഘടനകളുമാണ് സഹായിച്ചത്. ഭർത്താവിന്റെ പാത പിന്തുടർന്ന് രേണുവും അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാടകങ്ങളിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. കൂടാതെ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊപ്പം ചേർന്ന് കൊളാബ് ഷൂട്ടുകളുമായും രേണു സജീവമാണ്. എന്നാൽ അടുത്തിടെയായി റീൽ വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് കടുത്ത വിമർശനമാണ് താരപത്നി നേരിടുന്നത്. കുറച്ചു ദിവസം മുമ്പ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാന്റിക് റീൽ ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനമാണ് രേണുവിന് നേരിടേണ്ടി വന്നത്. ചാന്തുപൊട്ടിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന റൊമാന്റിക് സോങ്ങിലാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും അഭിനയിച്ചത്. ഇപ്പോഴിതാ വീണ്ടും പുതിയ റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും. തമിഴിലെ ഹിറ്റ് സിനിമാ ഗാനങ്ങളിൽ ഒന്നായ ദൈലാമോ ദൈലാമോ എന്ന ഗാനത്തിലാണ് ഇരുവരും റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത്. പുതിയ വീഡിയോയ്ക്ക് ഇതിനോടകം 20 ലക്ഷത്തിന് മുകളിൽ കാഴ്ചക്കാരെ ലഭിച്ച് കഴിഞ്ഞു. എന്നാൽ ഇത്തവണ നെഗറ്റീവ് കമന്റുകളേക്കാൾ രേണുവിനെ അനുകൂലിച്ചുള്ള കമന്റുകളാണ് ഏറെയും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നതിനാൽ എല്ലാവിധ പിന്തുണയും രേണുവിന് നൽകുമെന്നായിരുന്നു കമന്റുകൾ ഏറെയും. രേണു, നീ പൊളിക്കും മുത്തേ, മരിച്ചവർ തിരിച്ചു വരില്ല, അവരുടെ ഓർമ്മകൾ നമ്മെ വിട്ടും ഒരിക്കലും പോകില്ല. എന്നാൽ ജീവിക്കുന്ന നിനക്കും ഒരു ലൈഫേയുള്ളൂ.